കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. കൊല്ലത്തെ റാണിയുടെ കൊട്ടാരം. കല്ലടയ്ക്ക് സമീപം വെള്ളമണലിൽ അഷ്ടമുടിക്കായലിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മതിലകത്ത് കൊട്ടാരമായിരുന്നു കൊല്ലം ദേശിങ്ങനാട് റാണിയുടെ വാസസ്ഥലം. ശക്തമായ കോട്ടയും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ കോട്ടയുടെ ഒരു ഭാഗത്ത് മണ്ണുകൊണ്ട് കെട്ടി ഉയർത്തി പുല്ല് വളർത്തിയ ഒരു ഭാഗവും ഉണ്ടായിരുന്നു. പടയോട്ട കാലത്ത് മുഗിലർ ദേശിങ്ങനാടും ആക്രമിച്ചു. അന്ന് റാണിയുടെ വിശ്വസ്ത സേവകരിൽ ഒരാളായിരുന്നുവത്രേ റാണിയെ മുഗിലപ്പടയ്ക്ക് ഒറ്റുകൊടുത്തത്. സുശക്തമായ കോട്ടയിൽ കടക്കാനുള്ള മാർഗവും അവർക്ക് പറഞ്ഞുകൊടുത്തു. മുഗിലപ്പട കോട്ട ഭേദിച്ച് കൊട്ടാര വളപ്പിൽ കടന്നു. ശത്രു സൈന്യം വരുന്നത് മനസ്സിലാക്കിയ റാണി തൻ്റെ ഓമന കുഞ്ഞിനെയും എടുത്ത് കുതിരപ്പുറത്ത് കയറി ശത്രു സൈന്യത്തിൻ്റെ കണ്ണു വെട്ടിച്ച് കൊട്ടാരത്തിന് പുറത്ത് കടന്നു. കുതിരയെ അഷ്ടമുടിക്കായലിൽ ചാടിച്ച് റാണിയും കുഞ്ഞും ആത്മഹത്യ ചെയ്തു. ഈ സ്ഥലത്തെ പിൽക്കാലത്ത് കുതിരമുനമ്പ് എന്നറിയപ്പെട്ടു തുടങ്ങി. മുഗിലപ്പട കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നവരെ എല്ലാം കൊന്ന് സ്വർണശേഖരവും വിലപിടിപ്പുള്ള മറ്റു സാധനങ്ങളും കവർച്ച ചെയ്തു. റാണിയെ ഒറ്റുകൊടുത്തവർക്ക് കൊട്ടാരമക സ്ഥലം പാരിതോഷികമായി ലഭിച്ചു. കൊല്ലം കളക്ട്രേറ്റിന് സമീപം വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഇന്ന് നിൽക്കുന്ന ഭാഗത്ത് റാണിയുടെ മറ്റൊരു കൊട്ടാരവും ഉണ്ടായിരുന്നു. ദേശിംഗ റാണി കൊല്ലത്തെത്തുമ്പോൾ ഈ കൊട്ടാരത്തിലാണ് താമസിച്ചിരുന്നത്. കൊട്ടാരത്തിൻ്റെ പടികളിറങ്ങി കുളിക്കാൻ ഇപ്പോൾ കൊട്ടാരക്കുളം നിൽക്കുന്നിടത്ത് അതിലും വിശാലമായ ഒരു കുളവുമുണ്ടായിരുന്നു. കൊട്ടാരത്തിനകത്ത് ആടുന്ന കട്ടിലുകളും തടിയിൽ തീർത്ത ഫർണിച്ചറുകളും 4 ദശാബ്ദം മുൻപ് വരെ കാണാമായിരുന്നു. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.